സുഹൃത്തുക്കളെ, മഞ്ഞുമലകളും പച്ചവിരിച്ച താഴ്വരകളും ഗ്രാമവാസികളൊക്കെ എൻ്റെ അരികിലേക്ക് വന്ന നിമിഷമായിരുന്നു. എന്നെ കളിയാക്കിയായിരുന്നു ഇങ്ങനെ പോകുമ്പോഴൊക്കെ, ഒരു പണിയില്ലാതെ നടക്കുന്നത്, എന്തിനു വേണ്ടി ഇത് പോകുന്നത്. ഒരു വർഷത്തോളം എന്നെ തെണ്ടിയെന്നാണ് ആൾക്കാർ വിളിച്ചിരുന്നത്. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് വഴിയിൽ നിന്നൊക്കെ. പോലീസ് വന്നിട്ടൊന്ന് എന്നെ അടിച്ചിട്ടുണ്ട്, ടെൻ്റ് അടിച്ചെടുക്കുന്നു. എന്നും ചിരിക്കാൻ എനിക്ക് സാധിച്ചത് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിലാണ്. ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ അവിടുത്തെ മല കയറി പോകും. വീടിൻ്റെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ പോലും വീട്ടുകാരുടെ അടുത്ത് നിന്നൊരു പൈസ വാങ്ങി എനിക്ക് യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ജീവിതത്തിലെന്നും കളിയാക്കലിലൂടെ നടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നും പറഞ്ഞാൽ ഓരോ ദിവസവും എൻ്റെ ശരീരത്തിന്, എൻ്റെ ഭാഷ, എൻ്റെ മുഖം, എൻ്റെ കളറിനെ വരെ എനിക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കുന്നത് അവിടെ ടെൻ്റ് അടിക്കുന്നത് വലിയ വ്യത്യാസമുണ്ട്. ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ ചോറ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണം. വേറെ ഒന്നുമില്ല. മലയാളികൾ മധുരമിട്ട ചായയാണ് കുടിക്കുക, അവിടുത്തെ ആൾക്കാർ ഉപ്പിട്ട ചായ കുടിക്കുക. വെറും 6000 രൂപയും ഒരു ബാഗുമായി കേരളത്തിൽ നിന്ന് കശ്മീരിലേക്ക് യാത്ര തുടങ്ങിയ ഒരാൾ. ഇന്ത്യ ആകെയും നേപ്പാളിലും ഹിമാലയൻ പ്രദേശങ്ങളിലുമെല്ലാം അയാൾ ടെൻ്റ് അടിച്ച് താമസിച്ചു. സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു. സുഹൃത്തുക്കളെ എന്ന് കേട്ടാൽ മലയാളിക്ക് മനസ്സിൽ ഓടിയെത്തുന്ന മുഖം ചിത്രൻ. 3 വർഷത്തിന് ശേഷം ചിത്രൻ ദാ നാട്ടിലുണ്ട്. നമസ്കാരം. നമസ്കാരം. ട്രാവൽ എന്നുള്ളതൊരു പുതിയ മേൽവിലാസം തന്ന ഒരാളാണ് ചിത്രൻ. എങ്ങനെയൊക്കെയാണ് ലൈഫ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ട്? ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷത്തിലാണ് ഉള്ളത്. കാരണം ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. ഈ യാത്രക്കിടയിലാണ് മലയാളികൾ എൻ്റെ വീഡിയോസ് കാണുന്നതും കമൻറ്റ് ചെയ്യുന്നതൊക്കെ. യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നില്ല ആൾക്കാർ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ. നാട്ടിൽ വന്നപ്പം ധാരാളം ആൾക്കാർ കാണാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചിന്തകൾ കിട്ടി എനിക്ക്. 3 വർഷം മുമ്പ് ഇവിടുന്ന് പോയ ഒരാളല്ല ഇപ്പൊ തിരിച്ചു വന്ന് നിൽക്കുന്നത്. എല്ലാം കണ്ടറിഞ്ഞ് കുറേ പഠിച്ച് സ്വയം ഒന്ന് പരിവപ്പെട്ട ഒരാളാണ്. വീടിൻ്റെ ഒരു ഒറ്റമുറിയിൽ മാത്രം ജീവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ കോളേജ്, വീട്, കളിക്കാൻ പോകുന്ന സ്ഥലം മാത്രം. അതല്ലാതെ വേറൊരു സ്ഥലവുമില്ല. വേറൊരു രാജ്യത്തിനെ കുറിച്ചോ നാടിനെ കുറിച്ചോ മനുഷ്യനെ കുറിച്ചോ ഒന്നും അറിയില്ല. മറ്റുള്ളവർ പറഞ്ഞു തരുന്നതാണ്. ഇന്ന നാട് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ആ വീടിൻ്റെ ഒറ്റമുറിയിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ തിരിച്ചു വന്നപ്പോൾ ഒരു പാഠപുസ്തകമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇപ്പം ഡിഗ്രി പഠിച്ചിട്ട് പോലും ഇല്ലല്ലോ. പോകുമ്പോൾ എന്തൊക്കെ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്? മനുഷ്യർ എന്നെ പിടിച്ചുകൊണ്ട് പോവോ, പോലീസ് പിടിക്കോ, ആരെങ്കിലും അടിക്കോ, കൊല്ലോ, അങ്ങനെയൊക്കെയായിരുന്നു എന്നെ പഠിപ്പിച്ചിരുന്നത്. ഞാൻ പോകുമ്പോൾ ആൾക്കാർ അങ്ങനെയായിരിക്കും, സൂക്ഷിക്കണം. അതൊക്കെ തെറ്റായ നല്ലപോലെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ മെല്ലനെ എൻ്റെ ജീവിത രീതി, ഞാൻ പോയത് ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ല, എൻ്റെ ഒന്നും ഇല്ലാതെ പോയൊരു യാത്രയിൽ ഞാൻ പഠിച്ച് വരുവാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മോശം അനുഭവങ്ങളിലൂടെയാണ് യാത്ര തുടങ്ങിയത്. പിന്നെ അത് കണ്ട് ശീലിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമായി. പിന്നെ അതിനോടൊരു പേടി പോയി. യാത്രകളിൽ മാത്രമായി എൻ്റെ ആ ഫോക്കസും കാര്യങ്ങളൊക്കെ. മനുഷ്യരെയൊന്നും പേടിയില്ലാണ്ടായി. ഇല്ലില്ല. ഞാൻ കാണുന്നൊക്കെ നല്ല ആൾക്കാരായിരുന്നു. എല്ലാവരും എന്നെ നല്ലതുപോലെ സ്വീകരിച്ചു, ഭക്ഷണം തന്നു. അതൊക്കെ കാണുമ്പോൾ മനസ്സിനും സന്തോഷമായി. മുന്നോട്ടുള്ള യാത്രക്ക് കൂടുതൽ പ്രചോദനമായി. വീട്ടിൽ പറയുമ്പോ എങ്ങനെയായിരുന്നു? ഒരു അമ്മമാരും ഒരു മോൻ നടന്നു പോകുന്നതിന് സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു ഏട്ടനായാലും അച്ഛനായാലും സപ്പോർട്ട് ചെയ്യത്തില്ല. പേടി ഉണ്ടാവും, എൻ്റെ മോൻ എന്തിനാ അങ്ങനെ പോകുന്നത്. രണ്ട് പറഞ്ഞു, നീ വേറെ രാജ്യത്ത് പോയി പൈസ ആക്കി നിനക്ക് നല്ലൊരു സമയത്ത് നീ യാത്ര പോയിക്കോ, ഒരു പ്രശ്നവുമില്ല. നമ്മളിത് പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും, നിന്റെ ആഗ്രഹമാണെന്ന് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്തു. എൻ്റെ ഈ ഒരു പ്രായത്തിലാണെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാകും. പൈസ ആക്കി നമുക്ക് എപ്പോൾ വേണമെങ്കിലും യാത്രകൾ ചെയ്യാം. ആരോഗ്യമുള്ള സമയത്ത് എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എനിക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, നീ പോയി വാ, സപ്പോർട്ട് ചെയ്തായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ യാത്ര തുടങ്ങി. എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്നെ കളിയാക്കിയായിരുന്നു ഇങ്ങനെ പോകുമ്പോഴൊക്കെ, ഒരു പണിയില്ലാതെ നടക്കുന്നത്, എന്തിനു വേണ്ടി ഇത് പോകുന്നത്, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക ഈ ലോകത്ത്. പക്ഷെ എനിക്കത് യാത്ര ചെയ്യണമായിരുന്നു ആ സമയത്ത് യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞു 40 വയസ്സ് കഴിഞ്ഞൊക്കെ യാത്രകൾ ചെയ്യുക. പക്ഷെ രണ്ടും രണ്ടാണ്. ചെറിയ പ്രായത്തിൽ കിട്ടുന്ന സന്തോഷം ഒരിക്കലും ഒരു പ്രായം കഴിഞ്ഞാൽ കിട്ടത്തില്ല. ആരോഗ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതില്ലെങ്കിൽ മനുഷ്യന് എന്ത് പൈസ ഉണ്ടാക്കിയ ഒരു കാര്യമില്ല. ഈ ലോറികളിലൊക്കെ ആണല്ലോ സഞ്ചരിക്കുന്നത് ഓരോ സ്ഥലത്തേക്കും. തീർച്ചയായിട്ടും. കേരളത്തിൽ നിന്ന് ആദ്യം എങ്ങോട്ടേക്കാ പോയത്? ആ ലോറി ഡ്രൈവറിനെയൊക്കെ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. കർണാടകയിലേക്കാണ്. മീൻ വണ്ടികളാണ് കൂടുതൽ എനിക്ക് ലിഫ്റ്റ് അടിച്ചുമ്പോൾ കിട്ടുക. ഇവരെ നിർത്തി തരലേ. അപ്പം അവരെ നിർത്തുമ്പോൾ അവർ ചോദിക്കും എവിടേക്കാണ് പോകുന്നത്. ഞാൻ കാശ്മീർ പോകണം. അപ്പം നമ്മൾക്ക് ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ നമ്മൾ പോകുന്നുണ്ട്, നമ്മളോട് കൂടിക്കോ, ഉറങ്ങും, നമ്മളെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിക്കോ. അവർ വെച്ചിരുന്നത് മീൻകറി തന്നെയാണ്. മീൻകറി വെച്ച് തരും. മലയാളീസ് ആയിരുന്നു. കർണാടക ഭാഗത്ത് എനിക്ക് ലോറി ഡ്രൈവറെ കിട്ടിയത്. എനിക്ക് അവർ നല്ലപോലെ പറഞ്ഞു, നമ്മളെല്ലാ സ്ഥലങ്ങളും പോയതാണ്, നിൻ്റെ യാത്രകൾ തുടർന്നോളൂ,
നല്ല സ്ഥലങ്ങളാണ്, നമ്മൾ നാട്ടിൽ നിന്ന് പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ഇവിടുത്തെ എക്സ്പീരിയൻസ്, സഞ്ചരിച്ചോളൂ, എന്നാലും സൂക്ഷിക്കണമെന്ന് പറയും. നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അവരെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഡ്രൈവർമാരോട് അവരവരുടെ സിറ്റുവേഷനൊക്കെ പറയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അവർ വീടൊന്നും കാണാതെ എത്രയോ ദിവസങ്ങളോളം വണ്ടി ഓടിക്കും. വണ്ടി ഓടിച്ചത് ഇവർ പൈസ കിട്ടാത്ത പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മളോട് പറഞ്ഞു തരും. പിന്നെ റോഡിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവരെ ആൾക്കാർ ആക്രമിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവർ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവര് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ പറയുമായിരിക്കുമല്ലോ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ, അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു യാത്രികനാണെങ്കിലും അത് വാഹനം ഓടിക്കുന്ന ആൾക്കാരില്ലേ, അവരൊരു സഞ്ചാരി തന്നെയാണ്. നമ്മളറിയാതെ സഞ്ചരിക്കുന്ന മനുഷ്യരുണ്ട്, ജീവിതത്തിന് മാർഗമായി സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ ഡ്രൈവർമാരായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആൾക്കാരായിരിക്കാം. ലോറി ഡ്രൈവർമാർ പറയുമ്പോൾ അവർ മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞു തരുക. അവർക്ക് ഓരോരോ കടകളുണ്ടാവും. ഇപ്പം മഹാരാഷ്ട്രയിൽ പോലും എന്നും ഭക്ഷണം കഴിക്കുന്ന ഒരു കടയുണ്ടാവും. ആ ഭക്ഷണം കഴിക്കുന്ന കടയിലെ ആൾക്കാരുമായിട്ട് ഇവർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അപ്പോൾ അവരുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തരും. ഞാൻ പോകുമ്പോൾ അവരെന്നോടും പറയും, നീ ആ ഒരു കടയിൽ കയറിക്കോ, എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിനക്ക് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ നിന്നാണല്ലോ കുക്ക് ചെയ്ത് കഴിക്കുന്നതിന്റെ ഒക്കെ. ഇപ്പൊ ഡ്രൈവർമാരെല്ലാരും ഇതേപോലെ ഒരിടത്ത് ഹൾട്ട് ചെയ്തിട്ട്, ഞാൻ അവരത് കണ്ടിട്ടാണ് എനിക്കും ചിന്തയിൽ കൂടിയത്. ഇതൊരു നല്ല പരിപാടിയാണല്ലോ, ഭാരം കൂടും, പക്ഷെ എനിക്ക് എളുപ്പമായിരുന്നു. ഇവരെല്ലാം ഭക്ഷണം ഉണ്ടാക്കും. ഇവരെനിക്ക് സാമ്പാറൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. വണ്ടീനകത്ത് എനിക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ദോശ കിട്ടിയപ്പോൾ. കേരളത്തിൽ നിന്ന് പോകുമ്പം കാശ്മീരിലേക്ക് പോകണം എന്നായിരുന്നല്ലോ മനസ്സിൽ, പക്ഷെ ആദ്യം പോയത് ഹിമാചലിലേക്കൊക്കെയാണ്. അതെ, ഞാൻ ഡൽഹിയിലാണ് എത്തുന്നത്. നടന്നും ലിഫ്റ്റ് അടിച്ച് ഏകദേശം 8-7 മാസത്തോളം യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഡൽഹിയിൽ എത്തുന്നത്. അവിടെ എത്തിയിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പട്ടണം കാണുന്നതും മനുഷ്യൻ്റെ വ്യത്യസ്തമായ ജീവിതം കാണുന്നത്. ജീവിക്കാൻ വേണ്ടി ഓടുന്ന മനുഷ്യനെ ഞാൻ കാണുന്നത് അവിടെയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിലുള്ള മനുഷ്യർ. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായി, എവിടെ ഞാൻ പോകണം. അങ്ങനെയാണ് ഞാൻ മണാലിയെ കുറിച്ച് അറിയുന്നത്. അവിടെയാണ് മഞ്ഞുമലകളുള്ളത് അറിയുന്നത്. കൺമുന്നിൽ ഇങ്ങനെ സിനിമയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ ഫോട്ടോസിൽ കണ്ടതുപോലെ മഞ്ഞ് കാണുന്നു. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും ഈ യാത്ര തുടങ്ങിയത് കാണുന്നത് ദുരിതങ്ങളും എൻ്റെ ജീവിതത്തിലെ മോശ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുന്നത്. എനിക്കൊരു സിറ്റുവേഷൻ ഇല്ല. കാരണം ഈ പട്ടണങ്ങളിൽ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാൻ പറ്റില്ല. റോഡ് സൈഡിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം കിട്ടിയത്, അതായത് ഭയങ്കര റിസ്കോട് കൂടിയായിരുന്നു. ആരോടും ഒരു നല്ല ഡ്രസ്സൊന്നും ഇല്ലാതൊരു യാത്രയായിരുന്നു. അവിടുന്ന് ഞാൻ ആദ്യം എത്തിയത് മണാലിയാണ്. മണാലിയിൽ നിന്ന് ഞാൻ മഞ്ഞുമല കാണുമ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയില്ല. ഞാനൊക്കെ എന്താ പറയുക, വായിച്ച ബുക്കിലൊക്കെ ഒരു സിറ്റുവേഷനിൽ എത്തിയ പോലെയായിരുന്നു. പെട്ടെന്ന് മഞ്ഞുമല കാണുമ്പോൾ ദൈവം ഇതായിരുന്നു മഞ്ഞുമല, അവിടെ എന്തായിരിക്കും, ആ സ്ഥലത്ത് എങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ ഞാൻ ഹിമാചൽ എത്തിയ ശേഷം എനിക്ക് പട്ടണത്തിലേക്ക് വരാനുള്ള താല്പര്യം കുറഞ്ഞു. ഇനി ഇവിടുന്ന് മേലോട്ടുള്ള യാത്രകൾ തുടങ്ങാം, മൗണ്ടെയിൻസ് കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്രകൾ തുടങ്ങാം. അങ്ങനെയാണ് ഞാൻ മണാലിയിൽ നിന്ന് ലഡാക്ക് യാത്ര തുടങ്ങുന്നത്. ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? കേരളത്തിൽ നിന്ന് ഡൽഹി വരെ ഉള്ളത് ഭയങ്കര ദുരിതമായിരുന്നു. ദുരിതം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലതുപോലെ അനുഭവിച്ചായിരുന്നു യാത്ര. എനിക്ക് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, വഴിയിൽ നിന്നൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഞാനൊരു ഗ്രാമങ്ങളിൽ ഇന്നും സന്തോഷമുണ്ട്. പക്ഷെ പട്ടണത്തിലും സന്തോഷത്തിന് വേണ്ടി ഓടുന്ന മനുഷ്യൻ, ജീവിക്കാൻ വേണ്ടിയിട്ട് 10 രൂപയെങ്കിലും 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അത് വടാപ്പാവൊക്കെ അറിയാലോ, മഹാരാഷ്ട്രയിലൊക്കെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണമൊക്കെയാണ് വടാപ്പാവിനെ പറയുക. അത് കഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അത് മാത്രം കഴിച്ചിട്ട് ഞാൻ കഴിച്ചു കൂട്ടിയ മാസങ്ങളുണ്ട്. മഹാരാഷ്ട്ര മാസമായിട്ട് വ്യത്യാസമാണ് രണ്ടും, ഗ്രാമവും പട്ടണവും വ്യത്യാസമുണ്ട്. പക്ഷെ പട്ടണത്തിലൊരു ടെൻ്റ് അടിച്ച് താമസിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാർ വന്ന് എപ്പോഴും തുറന്നു നോക്കും, എൻ്റെ സാധനങ്ങൾ കട്ടുകൊണ്ട് പോകും, എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യും. എപ്പോഴും ആൾക്കാരായിരിക്കും ടെൻറ്റിനകത്ത്, ഇവൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്. എന്നാലും ഒരു മുഷിനൊരു വസ്ത്രം ഇട്ടിട്ട് ഒരാൾ വന്ന് ഒരു വഴിയിൽ ടെൻ്റ് അടിച്ച് കിടക്കുന്നത്, പോലീസ് വന്നിട്ട് ചോദ്യം ചെയ്യും. അത് പട്ടണങ്ങളിലെ ടെൻ്റ് അടിക്കൽ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ഫ്രീഡം കിട്ടത്തില്ല, ഉറക്കം കിട്ടത്തില്ല, പേടിയായിരിക്കും, എന്നെ ആരെങ്കിലും വന്ന് അടിക്കുമോ, ഇങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നു ടെൻ്റ് അടിക്കുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായില്ല. എനിക്ക് പോലീസ് വന്നിട്ട് എന്നെ അടിച്ചിട്ടുണ്ട് ടെൻ്റ് അടിച്ചെടുത്തുനിന്ന്. എവിടെയാ? നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ. മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് നമ്മുടെ നാസിക് എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ടെൻ്റ് അടിച്ചപ്പം എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പൊതുവെ മോശം കാര്യങ്ങൾ ആരോടും പറയാറില്ല. നല്ല മോശം അനുഭവമായിരുന്നു. എൻ്റെ എല്ലാം ചെക്ക് ചെയ്തു, മതം ഏതാണെന്ന് ചോദിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ജാതി മത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു യാത്രയിൽ. ടെൻ്റ് അടിച്ച സമയത്ത് ടെൻ്റൊക്കെ അയച്ചിട്ട് എൻ്റെ ബാഗൊക്കെ പരിശോധിച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ വാരി ഇട്ടിട്ട് അവർ പോയപ്പം എനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. കാരണം ചിന്തിച്ചു, മനുഷ്യന് ഏറ്റവും പ്രധാനം ആ സമയത്ത് പൈസയാണ്. അവിടെ ഒരു പൈസയിൽ ഒരാൾ ഒരു കാർ വെച്ചിരുന്ന് ഒരു കസാര ഇട്ട് ഒരു ചായ കുടിച്ചാൽ അവർ സല്യൂട്ട് അടിക്കുമായിരുന്നു. പക്ഷെ അവിടെ ഒരു ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോൾ അവരെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചായിരുന്നു. മനുഷ്യനെന്നും നോക്കുന്നത് ഒരാളുടെ പവറാണെന്ന് തോന്നുന്നു, ലുക്ക് ആണെന്ന് തോന്നുന്നത്. അവിടെ അത് മനസ്സിലാക്കിയായിരുന്നു. അത് ഈ പട്ടണങ്ങളിലാണ് കേട്ടോ. അവിടെ നിന്ന് പോയ ശേഷം അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ വസ്ത്രം എങ്ങനെയാണോ അതുപോലെയുള്ള വസ്ത്രമുള്ള ആൾക്കാർക്ക് തന്നെ എത്തിപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളെ പറ്റിയാണ് ചിത്രം സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ മനുഷ്യർ, അവിടുത്തെ രുചികൾ, ഗ്രാമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾ
ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു അമ്മേനാണ് എനിക്ക് അടുത്ത് കിട്ടുക. ഗ്രാമത്തിൽ പോയാൽ നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക, അങ്ങനെയായിരുന്നു ഗ്രാമവാസികൾ പെരുമാറുക. അത് കൂടുതലും ഗ്രാമങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ യാത്രയിൽ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി. മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നാളെ പോകുമ്പോൾ അവിടെ ആ ഒരു ആൾക്കാരായിരിക്കുമല്ലോ, അവരെനിക്ക് കാണാൻ സാധിക്കുമല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ യാത്രയിൽ എനിക്ക് ഇനിയും തുടർന്ന് പോകാൻ എന്നെ പ്രേരിപ്പിച്ചത് ഗ്രാമങ്ങളിലൂടെ യാത്രയാണ്. ഇവിടെയാണ് നമുക്ക് കാണാനുള്ളതും അറിയാനുള്ളതൊക്കെ തോന്നിപ്പിച്ചതും ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാണ്. പിന്നെ അവരെ ഭക്ഷണ ശൈലിയൊക്കെ വളരെ വ്യത്യാസമാണ്. അവിടെ ഗ്രാമങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. ഒരു വർഷത്തോളം ഞാനൊരു മഞ്ഞുമലേൻ്റെ താഴ്വരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എൻ്റെ ബോഡിയിൽ മാറ്റം വന്നു. എനിക്ക് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്നും ചിരിക്കാൻ എനിക്ക് സാധിച്ചത് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിലാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെനിക്ക് കിട്ടിയതും ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിലാണ്. അത് എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. ചില സ്ഥലത്ത് മോശം ഉണ്ടാകും, പക്ഷെ കൂടുതലും എനിക്ക് സന്തോഷങ്ങൾ നൽകിയത് ഗ്രാമങ്ങളിലൂടെ യാത്രയാണ്. അവിടെ എനിക്ക് അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചാൽ എൻ്റെ യാത്ര ഞാൻ എന്നും ഒരു നിശ്ചിതമായ ബഡ്ജറ്റ് കേന്ദ്രീകരിച്ചിട്ടാണ്. ഇപ്പോൾ പട്ടണത്തിൽ പോയാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക എവിടെ റൂം എടുത്ത് താമസിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കും, അതും ടെൻഷനായിരിക്കും, എത്ര പൈസ. അതെ, അതിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ പോയപ്പോൾ നേരെ തിരിച്ചാണ്, വീട്ടിലേക്ക് പോവാ, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക, ഇവിടെ താമസിക്കാം. ഇവര് രാജ്മതാലും റൊട്ടിയൊക്കെ തരും ചെയ്യുമ്പോൾ, അതിന് ഗീ ഒക്കെ ഒഴിച്ച് തരും. അതൊക്കെ ഒരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. ഇത്രയേറെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു, എന്താണ് എപ്പോഴും ഓർത്തിരിക്കുന്ന ഇവിടെ വന്നിട്ട് മനസ്സിലുള്ളൊരു ഓർമ്മ? ലഡാക്കിലെ അൽച്ചി എന്നൊരു ഗ്രാമം ഞാൻ പറയും. ഏകദേശം ഒരു 10-20 ദിവസത്തോളം നടന്നിട്ടാണ് ഞാൻ അൽച്ചി ഗ്രാമത്തിലെത്തുന്നത്. എനിക്ക് ടെൻ്റ് അടിക്കണമായിരുന്നു. ടെൻ്റ് അടിക്കാനാണ് ആദ്യം ഞാൻ ഒരു സ്ഥലം നോക്കുക. ആ വീട്ടുകാർ പറഞ്ഞു നമ്മളെ വീട്ടിൽ താമസിക്കുക, അകത്ത് താമസിക്കുക, പ്രശ്നവുമില്ല. പക്ഷെ അവിടെ അവരെ കുടുംബക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു മടി, ഇവരുടെ താമസം അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അവരെ വീട്ടിലൊരു സ്ഥലം എനിക്ക് ആക്കി തന്നു. നമ്മളെ സ്ഥലമാണ്, നീ ഇവിടെ ടെൻ്റ് അടിച്ചു. ഒരു കാട്, ചെറിയൊരു കാടൊക്കെ ഉള്ള ഒരു ഏരിയ. ഞാൻ ഏകദേശം 2 ആഴ്ചയോളം ടെൻ്റ് അടിച്ചു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പനി വന്നു, വയറുവേദന വന്നു. പക്ഷെ അവരെ ഞാൻ അത് അറിയിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ക്ഷീണം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചായിരുന്നു. ഇവർ നല്ലപോലെ ക്ഷീണമാവി വരുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാലോ. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട്, കാരണം എനിക്ക് മടിയാണ് വേറെ വീട്ടിൽ പോയി നിൽക്കാനൊക്കെ. പക്ഷെ അവരെ വീട്ടിലെന്നും എനിക്ക് രാവിലെ ചായ കൊണ്ട് തരും. ഒരമ്മ ഒരു മോന് ചായ കൊണ്ട് കൊടുക്കുന്ന പോലെ എനിക്ക് ചായ കൊണ്ട് തരുന്ന അനുഭവം എനിക്കെന്നും മനസ്സിലുണ്ട്. ഇപ്പോഴും ഒരു എന്താ പറയുക, ഒരു വേദന പോലെ അത് പറയില്ലേ, അതുപോലെ ഉണ്ട്. ആ ഒരു മനുഷ്യരുടെ മുഖവും കാര്യങ്ങളൊക്കെ. ഞാൻ അവരെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയായിരുന്നു ലഡാക്കിൽ പോയപ്പോൾ. പക്ഷെ അവരെ ആരോഗ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമമായിരുന്നു, ഒരു കാല് വയ്യാണ്ടിരിക്കുന്നതും. പക്ഷെ എന്നെ കണ്ടപ്പോൾ ഒരു നോട്ടത്തിൽ അവർക്ക് മനസ്സിലായി. ഞാൻ പഴയ ഫോട്ടോസൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇനിയും കാണാൻ പോയാൽ എനിക്ക് താങ്ങത്തില്ല അവരെ കാണാൻ വേണ്ടി. കാരണം നല്ല മനുഷ്യരാണ് ലഡാക്കിലെ ആൾക്കാർ. ബുദ്ധമത വിശ്വാസികളാണ് ലഡാക്കിൽ കൂടുതലുള്ളത്. ബുദ്ധമത വിശ്വാസികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാരെയും ഒരുപോലെ അവർ സ്വീകരിക്കും, അവർ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, സന്തോഷം എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്കാരാണ് ബുദ്ധമത വിശ്വാസികൾ. അതിലൊരു പ്രധാനപ്പെട്ട ഗ്രാമമാണ് ലാമയൂർ എന്ന് പറയാം. ലാമയൂർ ഗ്രാമത്തിനെത്തിയപ്പോൾ അവിടെയും ടെൻ്റ് ആയിട്ട് അടിച്ചത്. ഞാൻ ഹോട്ടലിൽ താമസിക്കൽ കുറവാണ്, ഒരു കാട് ഏരിയയിലാണ് ടെൻ്റ് അടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു വാടക വേണമെന്ന് പറഞ്ഞു ടെൻ്റ് അടിക്കാൻ. എത്ര രൂപ വാടക ചോദിച്ചപ്പോൾ ഇനി ഒരു ദിവസം 100 രൂപ തന്നോ. ഒരു ദിവസം 100 രൂപ സമയത്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് സത്യം പറയില്ല, 100 രൂപ കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ആവില്ല. ഞാൻ നദീനെ തീരത്ത് പോയി ടെൻ്റ് അടിക്കുക. അവർ പറഞ്ഞു നീ വിചാരിക്കും പോലെ എല്ലാം ഇവിടുത്തെ നദി ചിലപ്പം ഒറ്റയടിക്ക് ഒഴുകി വരും, ചിലപ്പോൾ അവിടെ ലാൻഡ് സ്ലൈഡ് വരും. അപ്പോൾ അവർക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായാൽ പറഞ്ഞു നീ ഇവിടെ ടെൻ്റ് അടിച്ചോ, പൈസ ഒന്നും തരണ്ട. അങ്ങനെ ഞാൻ ഏകദേശം ഒരാഴ്ചയോളം ടെൻ്റ് അടിച്ചു. അതിന് എൻ്റെ ഗ്യാസ് ഉണ്ട്, LPG ഗ്യാസാണ്. ഞാൻ അങ്ങനെ ഭക്ഷണം കുക്ക് ചെയ്യും. ആ സമയത്ത് ഇവരെ നാട്ടുകാരൊക്കെ വന്ന് എന്നെ നോക്കുക. ഒരാൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നാണ്, ഇവിടുന്ന് ഭക്ഷണം ടെൻ്റ് അടിക്കുന്നുണ്ട്. ഇതൊന്നും അവിടെ ചെയ്യുന്നില്ല ആരും. സഞ്ചാരികൾ വന്നിട്ട് ഹോട്ടലാണ്, ഒരു 2000 രൂപ 3000 രൂപയ്ക്കാണ് അവിടെ ഹോട്ടലിന് ചാർജ് വരുന്നത്. ഡോർമെറ്ററിക്ക് പോലും 500 രൂപ ചാർജ് വരും. അപ്പോൾ ഒരാൾ വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ടുണ്ട്, അവൻ ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യും. അത് കണ്ടപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ആരും ചെയ്യാറില്ല. വലിയൊരു ഗ്യാസും വലിയ ബാഗും എടുത്ത് വന്നിട്ട് ഒരാൾ ഒരു വീടിൻ്റെ ഒരു സൈഡിൽ ടെൻ്റ് അടിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. രാവിലെ ആകുമ്പോൾ നദീ തീരത്ത് പോകുന്നു. ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ അവിടുത്തെ മലകറി പോകും, അത് നദീ ഭാഗത്തൊക്കെ തിരിച്ചു വരും. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യം. അപ്പോൾ അവിടുത്തെ ഒരു ലാമയൂർ ബുദ്ധ മൊണാസ്ട്രി ഉണ്ട്, ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയ പഴക്കം ചെന്നൊരു ബുദ്ധ മൊണാസ്ട്രിയാണ്, ബുദ്ധ ഗോമ്പ എന്നൊക്കെ പറയും. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളെ എന്നെ ഒന്ന് കണ്ടു, എന്നോട് സംസാരിച്ചു. എനിക്ക് 10,000 രൂപ കയ്യിലൊക്കെ വെച്ചെന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ 10,000 രൂപ എനിക്ക് കിട്ടിയപ്പം എൻ്റെ ലഡാക്കിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്ര ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പൈസ സഹായിച്ചാണ് ജീവിതത്തിൽ. അവർ ഒരാള് അത് ഇവര് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു പിന്നെ ലഡാക്കിലെ പോലീസുകാർ വന്നു എൻ്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി. അവരെന്നെ പരിശോധിക്കാൻ വേണ്ടി വന്നതല്ല, എൻ്റെ കഥകൾ അന്വേഷിച്ച് വന്നതാണ്. സാധാരണ പോലീസ് എടുത്ത് ആധാർ കാർഡ് ചോദിക്കാനും എന്നോട് ആധാർ കാർഡ് പോലും അവർ ചോദിച്ചിരുന്നില്ല. എൻ്റെ സിറ്റുവേഷൻ ചോദിച്ചു, എന്തിനാണ് ഈ യാത്ര ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിലെ മോട്ടിവേഷൻ എന്താണ്, നിനക്ക് എവിടെയാണ് പോകേണ്ടത്,
ഈ കാര്യങ്ങളൊക്കെ ഇവരെന്നെ ചോദിക്കുന്നത്, എന്തിനാണ് ഈ യാത്ര തുടങ്ങിയത്. എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്ത് തന്നെ. ആ നാട്ടിലെ ആൾക്കാരെ മൊത്തം അറിയിച്ചു ഞാൻ ടെൻ്റ് അടിച്ചത്. അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പിന്നെ എനിക്ക് ഭക്ഷണം കൊണ്ട് തരുത്തായി. എൻ്റെ ഭക്ഷണം കുക്ക് ചെയ്യുന്ന പതിയെ നിന്നു കുറച്ച് ദിവസത്തേക്ക്. എന്നിട്ട് പറയും നമ്മളെ വീട്ടിൽ വന്ന് താമസിക്കും, മൊണാസ്ട്രിയിൽ റൂംസ് ഉണ്ട്. എന്നിട്ട് ഞാൻ പോയില്ല, എനിക്ക് മടിയാവും വേറെ വീട്ടിൽ പോയി താമസിക്കാൻ. രാവിലെ സത്തു എന്ന് പറയും, ഒരു ബാർലി ഞാൻ തോന്നുന്നു, അവർ അതുകൊണ്ട് ചായ ഉണ്ടാക്കും, നല്ല അടിപൊളിയാണ്. പിന്നെ നമിക്കിൻ ടീ എന്ന് പറയും. നമ്മളെ മലയാളികൾ മധുരട്ട ചായയാണ് കുടിക്കുക, അവിടുത്തെ ആൾക്കാർ ഉപ്പിട്ട ചായ കുടിക്കുക. ഉപ്പിട്ട അതിന് അവരെ കൾച്ചർ ചായയാണ് നമിക്കിൻ ടീ എന്ന് പറയും. അത് ഗീയൊക്കെ ഇട്ടിട്ട് ആക്കുന്നത്, വലിയൊരു ഉരുളൊക്കെ ഉണ്ടാവും, അത് കുത്തിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതൊന്നും കൊണ്ടുതരും അവർ. അതിലൂടെ സത്തു, 1 കിലോ സത്തു ഒരു പൗഡറാണ്, ഞാൻ അത് തിന്നാൻ തരും. പിന്നെ അവരുടെ റൊട്ടി എന്ന് പറഞ്ഞാൽ തടിച്ച റൊട്ടിയാണ്, ടയർ റൊട്ടി എന്നൊക്കെ പറയും. അത് പരിപ്പ് കറി. പിന്നെ മട്ടൻ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ് ബുദ്ധമത വിശ്വാസികൾ. ഈ ലഡാക്ക് ഭാഗത്ത് തണുത്ത ഭൂപ്രദേശമാണ്, മഴയുണ്ടാവില്ല, എന്നും നല്ല തണുപ്പാണ്. അവരെന്നും എനിക്ക് മട്ടൻ കൊണ്ടുതരും പാക്കറ്റിലാക്കിയിട്ട്. ഞാൻ അവിടെ പോയി കഴിക്കൽ കുറവാണ്. അവർ മട്ടൻ കഴിച്ചൊരു അനുഭവം, അവരെ തന്ന റൊട്ടീൻ്റെയും പരിപ്പിൻ്റെ ഒക്കെ രുചി ഇന്നും മനസ്സിലുണ്ട്. പക്ഷെ ആ ഭക്ഷണത്തിനൊക്കെ ഓരോ കഥകളുണ്ട് കേട്ടോ. അവർ തന്ന ഭക്ഷണത്തിന് ഓരോ ദിവസം ഭക്ഷണം വരുമ്പോൾ ഞാൻ രാവിലെ കാത്തിരിക്കും. ഞാൻ അവരെ അറിയിക്കില്ല, പക്ഷെ ഞാൻ ഒളിഞ്ഞിട്ടായാലും ഇങ്ങനെ നോക്കും അവർ വരുന്നുണ്ടോ, അതെത്ര മണിക്ക് കിട്ടും. ഉച്ചക്കത്തുള്ള ഭക്ഷണം, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം, ബാക്കിയായ ഭക്ഷണം പാക്ക് ചെയ്തിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ ട്രെക്കിങ് പോകുമ്പോൾ തൊട്ടടുത്തൊരു മലയുണ്ടാവും, അത് കയറണമെങ്കിൽ ഞാൻ ഇവർ തന്ന ഭക്ഷണം പാക്ക് ചെയ്തിട്ട് കയറി പോവുകയോ ചെയ്യുക. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒന്നും ഓർമ്മയുണ്ട്. ഭക്ഷണമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ചിത്രം പറഞ്ഞിട്ടുണ്ട്, ഹിമാചലിൽ എത്തിയപ്പം, ആ പ്രദേശത്ത് എത്തിയപ്പോഴാണ് എത്തേണ്ട ഇടത്ത് എത്തി എന്ന് തോന്നിയത്. തീർച്ചയായിട്ടും. അപ്പൊ അതെനിക്ക് തോന്നി മനുഷ്യരായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കാം. എന്താണ് ഹിമാചലിലേക്ക് ഏറ്റവും അടുപ്പിച്ചത്? ഇപ്പൊ നിങ്ങളൊരു യാത്ര ചെയ്യുന്ന വിചാരിക്കുക, യാത്ര ചെയ്യുമ്പോൾ ഒരു കാറിലാണ് പോകുന്നത്. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഒരു റൂമിലെത്തപ്പോൾ അവിടെ റൂം എടുക്കണം, അടുത്ത സ്ഥലങ്ങൾ കാണണം. ഞാൻ ആദ്യം എത്തിയ ഒരു സ്ഥലത്ത് താമസിക്കാനാണ് നോക്കുക. എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സ്ഥലം ഹിമാചൽ പ്രദേശായിരുന്നു. എൻ്റെ യാത്രയിൽ എനിക്ക് 1 രൂപ പോലും ചിലവാക്കാതെ ടെൻ്റ് അടിച്ച് ഭക്ഷണം കുക്ക് ചെയ്ത് പോകാൻ പറ്റും എനിക്ക് എൻ്റെ ഹിമാചൽ യാത്രയിലാണ്. ഇവിടുന്ന് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നിപ്പിച്ചതും ഹിമാചലാണ്. മഞ്ഞുമലകളും പച്ചവിരിച്ച താഴ്വരകളും ഗ്രാമവാസികളൊക്കെ എൻ്റെ അരികിലേക്ക് വന്ന നിമിഷമായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഞാൻ വായിച്ച കഥകളിലെ സ്ഥലങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന നിമിഷമായിരുന്നു ഹിമാചൽ പ്രദേശ്. മഞ്ഞുമലകൾ എന്ന് പറഞ്ഞാൽ ആരും പോകാൻ പറ്റാത്ത അത്രയും എക്സ്ട്രീം ക്ലൈമറ്റിൽ -18 വാഗ നദിക്ക് തീരത്ത് ലഡാക്കിലേക്ക് പോകുന്ന സർച്ചു പാസും ക്ലോസ് ആയി, തങ്ങലാങ്ങല പാസ് ക്ലോസ് ആയി, വിടത്തില്ല, വണ്ടി പോകത്തില്ല, ഐസ് വീണിട്ട്. നമ്മുടെ അടൽ ടണൽ എന്ന് കേട്ടിട്ടില്ല, അതും ക്ലോസ് ആയി. പിന്നെ ഈ കെയ്ലോങ് എന്ന് പറയുന്നൊരു സർക്കിളാണ്. ലാഹോൾ സ്പിറ്റി എന്ന് പറയുന്ന ജില്ലയുണ്ട്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കെയ്ലോങ് എന്ന് പറയുന്ന ചെറിയൊരു ഹിമാലയത്തിലെ പട്ടണം. ഇവിടെ വേറെ വണ്ടികളൊന്നും പോകത്തില്ല, ഗ്രാമവാസികൾ അവിടെ നിന്ന് ഇവിടുന്ന് പോകും. പിന്നെ മൈഗ്രേഷനാണ്, നല്ല തണുപ്പ് വന്ന ആൾക്കാർ താമസിക്കാതെ തിരിച്ചു പോകും. ആ സമയത്തിനാണ് അവിടെ പെട്ടുപോയി. അപ്പം ജിസ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് എനിക്ക് താമസമുള്ളത്. താമസം പറഞ്ഞാൽ ടെൻ്റ് അടിച്ചിട്ടാണ്. വാഗ നദി എന്ന് പറയുന്ന ഒരു ഹിമാലയത്തിലെ നദിയാണ്, അത് വലിയൊരു നദിയാണ്. അതിൻ്റെ തീരത്ത് ഞാൻ താമസിച്ചു. ഏകദേശം 1 മാസം ടെൻ്റ് അടിച്ചിട്ട്. ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ ചോറ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണം, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ടെൻറ്റ് ക്യാമ്പിങ് എക്സ്ട്രീം ആക്കിയത്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ദിവസം മഞ്ഞുമലകൾക്ക് താഴ്വരങ്ങളിലൂടെ ഒരു ഗൈഡില്ലാതെ സഞ്ചരിക്കാൻ പറ്റിയത്. ഇങ്ങനെ നദിയുടെ അടുത്തൊക്കെ 1 മാസം ടെൻ്റ് അടിച്ച് താമസിക്കുക, മലനിരകളിൽ 1 മാസം ടെൻ്റ് അടിച്ച് താമസിക്കുക, ലിമിറ്റഡ് ഫുഡൊക്കെ ആണല്ലോ. എന്താണ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ജീവിതത്തിലെന്നും കളിയാക്കലിലൂടെ നടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എൻ്റെ ശരീരത്തിന്, എൻ്റെ ഭാഷ, എൻ്റെ മുഖം, എൻ്റെ കളറിനെ വരെ എനിക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ട്. പഠിക്കുമ്പോഴായാലും പോലും ഒരു നല്ല ചെരുപ്പില്ലാത്തതിൻ്റെ പേരിൽ പോലും ഞാൻ നല്ല അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്കൊരു മറികടക്കണം, എന്തെങ്കിലും ഒരു നല്ല അനുഭവം ജീവിതത്തിൽ വരണം, അതിനു വേണ്ടി. പക്ഷേ വീട്ടിലെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ പോലും വീട്ടുകാരുടെ അടുത്ത് നിന്നൊരു പൈസ വാങ്ങി എനിക്ക് യാത്ര ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ടാവുന്ന പോലെ എനിക്കൊരു യാത്ര ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ ചെയ്തത്. എല്ലാ സാധനങ്ങളും എടുക്കുക, തെണ്ടി നടക്കുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തെണ്ടി നടക്കുക എന്ന് പറയും. 1 വർഷത്തോളം എന്നെ തെണ്ടി എന്നാണ് ആൾക്കാർ വിളിച്ചിരുന്നത്. എന്തിനാണ് പോകുന്നത്, ഒന്നും കൊള്ളാത്തവൻ, അത്രമാത്രം ഞാൻ അനുഭവിച്ചു എൻ്റെ യാത്രയിൽ. പിന്നെ പതിയെ ഞാൻ ഒരു പ്ലാന് കിട്ടി. വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ ഇത് കാണുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഈ വീഡിയോസിലേക്ക് വന്നതും. എൻ്റെ ജീവിത സാഹചര്യം തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എൻ്റെ അമ്മ അനുഭവിച്ച കഥകളും എൻ്റെ ഫാമിലി സിറ്റുവേഷനും ഇതൊക്കെയാണ് എന്നെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചതും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും. അപ്പോൾ ഈ ഇന്ത്യ മൊത്തം ഇങ്ങനെ അറിയാത്ത സ്ഥലങ്ങളിൽ കൂടി ടെൻ്റ് അടിച്ച് പോവുക, അപ്പം ഇതിൻ്റെ ഒരു സുരക്ഷയെ കുറിച്ചുള്ള പേടി അതൊക്കെ അലട്ടലില്ലേ? കേരളത്തിൽ ടെൻ്റ് അടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, കേരളത്തിൽ അതിൽ റൂൾസ് വെച്ചത് ഗവൺമെൻറ് ആണ്. അതിനൊരു കാരണമുണ്ട്. ഞാൻ പോയ സ്ഥലത്ത് ഹിമാലയത്തിലൊന്നും ഇത്രമാത്രം ആനിമൽസ് ഉണ്ടാവില്ല. ഇവിടെയൊക്കെ പാമ്പുള്ള സ്ഥലങ്ങളാണ്, ആനിമൽസ് കൂടുതലുള്ള ഏരിയയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ടെൻ്റ് അടിക്കാൻ ഗവൺമെൻറ് വിടാത്തത്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ റൂൾ വെച്ചത്.
ഞാൻ പോയുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ട്രെക്കിംഗ് ചെയ്യേണ്ട ട്രയൽസാണ്. ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോവുക. അവിടെ കരടി അങ്ങനെയുള്ള ആനിമൽസൊക്കെ കൂടുതൽ. പക്ഷെ മനുഷ്യനുള്ള സ്ഥലത്തേക്ക് വന്ന് കരടി ഒരിക്കലും ആക്രമിക്കത്തില്ല. എന്നാലും ഒറ്റയ്ക്ക് ടെൻ്റ് അടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഒരു പക്ഷേ വന്നാൽ ഞാൻ മരിച്ചു പോയേക്കാം. ഇത് മുന്നേ ചെയ്ത് ശീലമുള്ളത് കൊണ്ടാണ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആരോടും പറയാറില്ല, നിങ്ങൾ വന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് ഒറ്റയ്ക്ക് താമസിക്കാൻ പറയാറില്ല. എന്നും സുരക്ഷയോടുകൂടി യാത്ര ചെയ്യാനാണ് പറയുക. പക്ഷെ അവിടെ സന്തോഷമുണ്ട്. ഇവിടെ ടെൻ്റ് അടിക്കുന്നത് അവിടെ ടെൻ്റ് അടിക്കുന്നത് വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ എനിക്ക് ആ ഹിമാലയത്തിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ജീവിതത്തിൽ കുറേ പഠിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞ്, അത് നമ്മൾ ബുക്കൊക്കെ വായിക്കില്ലേ, അതുപോലെ എനിക്കൊരു സ്ഥലത്തെക്കുറിച്ച് പഠിക്കാനും അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് അറിയാനൊക്കെ സാധിച്ചത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും, കൂടുതൽ നിരീക്ഷിക്കും. ഞാൻ ആ സമയത്ത് നാളത്തെ സ്ഥലത്തിനെ കുറിച്ച് പഠിക്കും, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ്, അവിടെ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ എഴുതി പഠിക്കാറുണ്ട്. ഞാൻ ഏകദേശം ഒരു 8 മണിക്കൂറോളം ട്രെക്ക് ചെയ്ത് പോയിട്ട് എനിക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള ലൈറ്റർ എടുക്കാൻ ഞാൻ മറന്നുപോയി. മഞ്ഞ് വീണിട്ട് ടെൻറ്റ് കീറി പോയിട്ട് അങ്ങനെ ഒരു ദിവസം മൊത്തം തണുപ്പത്ത് കിടന്നുറങ്ങേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ടെൻറ്റിൻ്റെ അടിയിലൂടെ ഒരു നദി പോകുമായിരുന്നു. എന്നെ നദിക്ക് മുകളിലായിരുന്നു കിടന്നുറങ്ങുന്നത് ഒരു രാത്രി മുഴുവൻ. ഇടിയും മിന്നലൊക്കെ ആയിട്ട് 44 കിലോ ഭാരം ഉണ്ടായിരുന്നു സാധനങ്ങൾക്ക്. 2 ടെൻ്റ് ഉണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ വേറൊരു ടെൻറ്റ്, എനിക്ക് കിടന്നുറങ്ങാൻ വേറൊരു ടെൻറ്റ്. ഷുഗറിന് ഇല്ലാണ്ടാക്കും, നമ്മളെ മനുഷ്യൻ്റെ ബോഡിയിലെ ഷുഗറിന് ഇല്ലാണ്ടാക്കാൻ തുറു ചൂക്കിന് സാധിക്കുമെന്ന് ഗ്രാമവാസികൾ പറഞ്ഞിട്ടുണ്ട്.